വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇങ്ങനൊരു ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് കുറച്ചധികം ദിവസമായി. അങ്ങനെ ഇപ്പോൾ ഇടുന്ന വീഡിയോസിനൊന്നും അങ്ങനെ ഇൻട്രോസും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. കുറേ വീഡിയോസ് അങ്ങനെ മിക്സ് ചെയ്ത് ഇടുന്നതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ അങ്ങനെ പ്രത്യേകിച്ച് ഇൻട്രോയും കാര്യങ്ങളൊന്നും എടുക്കാത്തതുകൊണ്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂരത്തിൻ്റെ, എൻ്റെ നാട്ടിലെ പൂരത്തിൻ്റെ വിശേഷങ്ങളായിരുന്നു, ഏകാദശി വിശേഷങ്ങളായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. വേല, ഏകാദശിയുടെ പിറ്റത്തെ ദിവസം നടക്കുന്നതാണ് ദ്വാദശി വേല. ആ വേലയുടെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം. ഇവിടെ വീട്ടിൽ ചെറിയ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. തുടക്കിയത് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂരമായിട്ട് ഏട്ടനും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വേലയൊന്നും കാണാൻ നിന്നില്ല. പട്ടാമ്പി നേർച്ച ആയതുകൊണ്ട് തന്നെ അവർ വേഗം പോയി. അങ്ങനെ അവരെ യാത്രയാക്കുന്ന സീനാണ്. കഴിഞ്ഞ് നമ്മൾ പൂരം കാണാൻ പോയി. നമ്മൾ സെൻറ്ററിൽ നിന്നിട്ട് വരുന്ന ഓരോ പരിപാടിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചെറിയ ക്ലബ്ബുകൾ കുറേ ഉണ്ട്. അപ്പോൾ അവർ ഇതേപോലെ ഇന്നത്തെ ദിവസം കുറേ പരിപാടീസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. സെൻറ്ററിലുള്ള പരിപാടി കുറച്ച് നേരം കണ്ടിട്ട് അവിടെ നല്ല തിരക്കായപ്പോൾ നേരെ പാടത്തോട്ട് ഇറങ്ങി. എന്നിട്ട് പിന്നെ ഈ കാഴ്ചവരവൊക്കെ നേരെ വരിക പാടത്തേക്കാണ്. അങ്ങനെ ഞാൻ ഈ പാടത്തിൻ്റെ ഈ വിഷ്വൽസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ അവർ നിന്നിട്ട് ചതിക്കാത്ത ചന്തൂല ഡയലോഗും കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ഒരുവിധം കടവല്ലൂരിലെ എല്ലാ ജനങ്ങളും ഇന്ന് ഈ പാടത്തുണ്ടാവും. അങ്ങനെ ഓരോ കാഴ്ചവരവായിട്ട് ഇപ്പോൾ വന്നു തുടങ്ങും.
അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ശംഖു നടത്തുന്ന പോരാട്ടങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ബാക്ക് നമ്മൾ പിന്നെയും കാഴ്ചവരവ് കാണാൻ പോയി. പിന്നെയും ഐസ്ക്രീമിന് വേണ്ടി വാശി പിടിച്ച ശംഖുവിനെ നമ്മൾ ഐസ്ക്രീമിൻ്റെ കോൺ വെച്ച് പറ്റിച്ചു. അങ്ങനെ ഇതാ ഓരോരോ കാഴ്ചവരവ് വരുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരുപാട് ടീമുകളുടെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ ടീമാണെന്നുള്ള ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. സൈഡായി കവരി
നമ്മുടെ വേലയുടെ പരിപാടി കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പം എല്ലാ പ്രാവശ്യവും മുന്നെയൊക്കെ നല്ല വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞ് ഫാൻസി വെടിക്കെട്ടുകളായി. പക്ഷേ ഇപ്രാവശ്യം ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് അങ്ങനെ ഫാൻസി വെടിക്കെട്ടും അങ്ങനെ ഉണ്ടാവാറില്ല. ചെറിയ എന്തെങ്കിലും വെടി പൊട്ടിയാലായി, അത്രയേ ഉള്ളൂ. പക്ഷെ ഒരു കാലത്ത് എൻ്റെ അമ്മോ, അങ്ങനെ ഇതാ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞു. ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മുടേതാ ശ്രീരാമൻ്റെ അമ്പലം അങ്ങനെയായി. എന്തുണ്ടായേ? കൊട്ട് കഴിഞ്ഞോ? ഞാൻ സുഖമായിട്ട് ഉറങ്ങുന്നു. അങ്ങനെ ഇതാ നമ്മുടെ വേലയ്ക്ക് പരിസമാപ്തിയായി. ഈ വർഷത്തെ പൂരം ഇവിടെ അവസാനിച്ചു. സോ എല്ലാവർക്കും പൂരത്തിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.